പെരിങ്ങോട്ടുകരയിൽ നിലവിലുള്ള ഔട്ട്പോസ്റ്റ് വിപുലീകരിച്ച് പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട് പെരിങ്ങോട്ടുകരയിൽ ഞായറാഴ്ച വിപുലമായ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഗീതാഗോപി MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരിങ്ങോട്ടുകര സോമശേഖര ഹാളിൽ ഞായറാഴ്ച വൈകിട്ട് 3 നടക്കുന്ന ജനകീയ കൺവെൻഷൻ പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. ഗീതാഗോപി MLA അധ്യക്ഷയാകും. താന്യം, ചാഴൂർ, അന്തിക്കാട്, മണലൂർ, അരിമ്പൂർ എന്നീ 5 പഞ്ചായത്തുകളിൽ 16 വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധി. പ്രവർത്തന ബാഹുല്യത്താലും കുറ്റകൃത്യങ്ങളുടെ എണ്ണത്താലും പോലീസ് സ്റ്റേഷൻ വിഭജനം അനിവാര്യമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പെരിങ്ങോട്ടുകരയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസിന് കഴിയേണ്ടതുണ്ട്. പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ എന്ന ജനകീയ ആവശ്യം നേടിയെടുക്കാൻ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുക. പുതിയ പോലീസ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ജനപ്രതിനിധികൾ മുഖേനയും മറ്റും മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് നേടിയെടുക്കാൻ ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകേണ്ടതുണ്ട്. ഞായറാഴ്ച നടക്കുന്ന കൺവെൻഷന് മുന്നോടിയായി ഉച്ചയ്ക്ക് 2 മണിക്ക് താന്യം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ കൂട്ടായ്മ രൂപീകരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും. തുടർന്ന് കിഴുപ്പിള്ളിക്കര നളന്ദ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഫ്ലാഷ് മോബ്, സിഗ്നേച്ചർ ക്യാമ്പയിൻ എന്നിവ നടത്തും. MLAയ്ക്കൊപ്പം സംഘാടക സമിതി ചെയർമാൻ KP സന്ദീപ്, കൺവീനർ NA പീതാംബരൻ, അന്തിക്കാട് പോലീസ് ജനമൈത്രി സമിതി പ്രസിഡന്റ് അബ്ബാസ് പീരാവുണ്ണി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളും ക്രമസമാധാന സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അക്രമാസക്തമായി കേസുകൾ കൂടി വരിക, ഇതൊന്ന് അന്വേഷിക്കാനും ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും പോലീസ് സ്റ്റേഷന് പരിമിതമായ സൗകര്യം നിലനിൽക്കുന്നുണ്ട്. അത് തത്വത്തിൽ നിലനിൽക്കുമ്പോൾ ആ പ്രശ്നം പരിഹാരം എന്നോണം ഈ പെരിങ്ങോട്ടുകര 3 കൂടിയ സെന്ററിൽ ഔട്ട് പോസ്റ്റ് നിലവിൽ പ്രവർത്തിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ നിന്നിരുന്ന ഒരു ഔട്ട് പോസ്റ്റ് സംവിധാനമാണ്. പക്ഷേ ഇതിനോട് ചേർന്ന് 28 സെന്റ് ഭൂമി ഈ ഡിപ്പാർട്ട്മെന്റ് നമുക്കുണ്ട്. അപ്പം ഇതിനെ ബേസ് ചെയ്തൊരു പോലീസ് സ്റ്റേഷൻ വരികയാണെങ്കിൽ നമുക്ക് കുറേ കൂടി നമ്മുടെ പഞ്ചായത്തുകളിലും നമ്മുടെ മണ്ഡലത്തിലും പോലീസ് സംവിധാനം ഉറപ്പുവരുത്തിക്കൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങളെ നമുക്ക് നേരിടാൻ കഴിയുന്ന രീതിയിലാവണം എന്നുള്ളതാണ് ഈ സ്റ്റേഷന്റെ ഏറ്റവും വലിയൊരു സതുദ്ദേശം.